ഗാസയിൽ സ്ഥിതി രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ്. ഇസ്രയേൽ എന്റെ നിബന്ധനകൾ അംഗീകരിച്ചു, ഹമാസും കരാർ അംഗീകരിക്കേണ്ട സമയമാണിത് എന്നായിരുന്നു ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിൽ ട്രംപ് കുറിച്ചത്. കരാർ അംഗീകരിക്കാതിരുന്നാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഞാൻ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അവസാന മുന്നറിയിപ്പാണ്. ഇനി ഒന്നുകൂടി ഉണ്ടാകില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഇതിനു മറുപടിയായി ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനും സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കാനും സമ്മതിച്ചാൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന് ഹമാസ് പറയുന്നു. ഇത് പലസ്തീൻ സായുധ സംഘത്തിന്റെ ദീർഘമായുള്ള നിലപാടാണെന്നും ചർച്ച നടത്താൻ ചർച്ചാമേശയിൽ ഉടനടി ഇരിക്കാൻ തയ്യാറാണെന്നും അവർ പ്രസ്താവനയിറക്കി. ഞങ്ങളുടെ ജനങ്ങൾക്കെതിരായ അതിക്രമം അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അതിനായുള്ള ഏത് നീക്കത്തെയും ഹമാസ് സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഒന്നുകിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ ഗാസ നഗരം നിലംപരിശാകുന്നത് കണ്ടു നിൽക്കുക എന്നായിരുന്നു ഹമാസിന് നേരെയുള്ള ഇസ്രയേൽ മുന്നറിയിപ്പ്. എന്നാൽ മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ ബാസം നൈമിന്റെ മറുപടി നോ എന്നായിരുന്നു. തങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് ഹമാസ് വ്യക്തമാക്കുന്നു. വെടിനിർത്തലിന് ഹമാസിന് മുന്നിൽ ട്രംപ് പുതിയ നിർദ്ദേശം വെച്ചെന്ന് ഇസ്രയേലിലെ N12 ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. കരാർ പ്രകാരം ഹമാസിന്റെ പിടിയിലുള്ള ശേഷിക്കുന്ന 48 ബന്ദികളെയും ആദ്യ ദിനം തന്നെ വിട്ടയക്കണം. പകരം ഇസ്രയേലിലെ ജയിലുകളിൽ കഴിയുന്ന 1000-ലേറെ പലസ്തീനികളെയും വിട്ടയക്കും. തുടർന്ന് വെടിനിർത്തൽ നിലനിൽക്കെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകളും നടത്തും. ട്രംപിന്റെ നിർദ്ദേശം ഇസ്രയേൽ ഗൗരവമായി പരിഗണിക്കുകയാണെന്ന് ഇസ്രയേലിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയില്ല. കഴിഞ്ഞ മാസം ഇസ്രയേൽ ഗാസയിലെ പ്രധാന നഗര കേന്ദ്രമായ ഗാസ സിറ്റിയിൽ ആരംഭിച്ച ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ സൈന്യം നഗര കേന്ദ്രങ്ങളിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയാണ്. രാത്രികാലങ്ങളിലുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നഗരത്തിലുടനീളം 14 പേർ കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥർ പറയുന്നു. പലായനം ചെയ്ത പലസ്തീനികൾ അഭയം തേടിയിരുന്ന തെക്കൻ ഗാസ സിറ്റിയിലെ ഒരു സ്കൂളിലുണ്ടായ ആക്രമണവും ഇതിൽ പെടുന്നുണ്ട്. അതേസമയം സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഹമാസ് ഭീകരനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണം നടത്തുന്നതിന് മുൻപ് സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടത്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നേതൃത്വത്തിലുള്ള ഭീകരർ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ യുദ്ധത്തിന്റെ ആരംഭം. ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 10,000-കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇപ്പോഴും 48 ബന്ദികൾ തടവിലാണ്. മോചിപ്പിക്കപ്പെട്ട ബന്ദികളിൽ അധികവും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് ശേഷമാണ് സ്വതന്ത്രരായത്. അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വസതിക്ക് സമീപം 10,000-കണക്കിന് ജനങ്ങൾ പ്രതിഷേധവുമായി അണിനിരക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ റാലി ജെറുസലേമിൽ നടന്നത്. ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളാണ് ജെറുസലേമിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. അധികാരത്തിൽ തുടരാൻ ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബലിയർപ്പിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നതിനായി ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.